ഹലോ. അപ്പോൾ വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ലൈക്കാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈക്ക കുട്ടിയെ കാണിക്കുന്നുണ്ട്, ജൂലി കുട്ടിയെ കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേർക്കും വാങ്ങിയ കേജിനെ കുറിച്ച് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജും അതുപോലെ അഡ്വാൻറ്റേജും നമ്മൾ പറയുന്നുണ്ട്. കണ്ടില്ലേ നമ്മുടെ ലൈക്ക കുട്ടി, അവളിങ്ങനെ വന്ന് കിടക്കുവാണ്. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് അവിടെ കിടക്കും. എന്തിനാണ്? അവൾക്ക് മസാജ് കിട്ടാൻ. അവൾക്ക് മസാജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളത് എൻജോയ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ജൂലിക്കുട്ടിക്കുള്ള ട്രെയിനിങ് ആണ് നമ്മളിത് കാണുന്നത്. കാരണം അവൾക്ക് സിറ്റ് ട്രെയിനിങ് കൊടുക്കുവാണ്. അവളെ ഇങ്ങനെ മെല്ലെ അവളെ തഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ട്രീറ്റ് കൊടുക്കും. അതിനുശേഷം സിറ്റ് എന്ന് പറഞ്ഞ് അവളത് കേൾക്കുവാണെങ്കിൽ ട്രീറ്റ് കൊടുക്കും. അങ്ങനെ അവൾ സിറ്റ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല പാടാണ്. കാരണം അവളാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്. എന്താ ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഡോഗാണ്. ലൈക്കയാണെങ്കിൽ പിന്നെ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. അതുകൊണ്ട് അവൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കും. ഇവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവും ആണ്. അപ്പോൾ അവൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നതൊരു ടഫാണ്. അപ്പോൾ എൻ്റെ ബ്രദർ അവൾക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. സിറ്റ് എന്ന് പറഞ്ഞിട്ട് അവളെ ഇരുത്തിയിട്ട് നമ്മൾ ട്രീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവളത് കുറച്ചിങ്ങനെ 2-3 വട്ടം നമ്മൾ ശ്രമിച്ച് സക്സസ് ആവുന്നുണ്ട്. ഇപ്പോൾ അവൾ സിറ്റ് ട്രെയിനിങ് നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ആ ട്രെയിനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺഫ്യൂഷനായി എന്ത് ചെയ്താൽ കിട്ടുന്നേ. സിറ്റ് സിറ്റ് ജൂലി സിറ്റ് 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 ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. കുട്ടിക്കാർ ജൂലി കുട്ടിക്കാർ കുട്ടിക്കാർ അത് പഠിച്ചു ഇതാണ് സിറ്റ് ഇതാണ് സിറ്റ് 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 ഓക്കെ. ഹലോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ജൂലിക്കുട്ടി ഒരു കമ്പും എടുത്തുകൊണ്ട് കളിക്കുവാണ്. അവൾ അതും എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടും. ഓടി ഓടി അവൾ അവിടെ വന്ന് നിന്ന് ഒളിച്ചു നിൽക്കും. കാരണം നമ്മൾ വരണം എങ്കിലേ അവൾ ബാക്കി കളിക്കത്തുള്ളൂ. എന്നിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നെ കാണുമ്പോഴത്തേക്ക് അവൾ വീണ്ടും ഓടും. അപ്പോൾ ഫുൾ സ്പീഡിന് ഓടും. അതിങ്ങോട്ട് താന്ന് പറയുമ്പോൾ അവൾ പിന്നെ അതും കൊണ്ട് മാക്സിമം സ്പീഡിന് ഓടും. അതാണ് അവളുടെ രാവിലത്തെ കളി. ഇതൊരു 10 മണിയായിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ 10 മണിക്ക് അവൾ മാക്സിമം എനർജി അവൾക്ക് വരും. 10 മണിയാകുമ്പോഴത്തേക്കും അവൾ ഒരു 6 o'clock ആകുമ്പോൾ ഉറക്കം എണീറ്റ് അവൾ പുറത്തൊക്കെ പോയതിന് ശേഷം അവൾ വന്ന് ഒരു 7 o'clock ആയിരിക്കുമ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവളൊരു ഉറക്കം അങ്ങ് ഉറങ്ങും. ഒരു 7:30 മുതൽ 10 o'clock വരെ അവളങ്ങ് ഉറങ്ങും. പിന്നെ 10 o'clockനാണ് അവൾ ഉറക്കം എണീക്കുന്നത്. പിന്നെ അവൾ വീണ്ടും എന്തെങ്കിലും ഒരു ലിക്വിഡ് ഫുഡ് കഴിക്കും. അതിനുശേഷം പിന്നെ അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. പിന്നെ ഈവനിങ് വീണ്ടും ലിക്വിഡ് ഫുഡ് കഴിക്കും. പിന്നെ രാത്രി അവൾ ഫുഡ് കഴിക്കും. ടോട്ടൽ അവൾ 4 നേരമാണ് ഫുഡ് ഇപ്പോൾ കഴിക്കുന്നത്. കാരണം ജൂലി ഇപ്പോൾ വളരുന്ന പ്രായമുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 ടൈംസാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ലൈക്ക കുട്ടിക്ക് നമ്മൾ 3 നേരമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഡെയിലി റൊട്ടീൻസ് എന്ന് പറയുന്നത്. കാരണം അവളെ സ്പീഡ് കണ്ടില്ലേ, അവൾ മാക്സിമം പുറത്തിറങ്ങി അവൾ ഫുൾ എൻജോയ് ചെയ്ത് അങ്ങനെ കളിച്ച് നടക്കലാണ്. ഓടി ഓടി അങ്ങ് പറമ്പിലൊക്കെ ഓടി തളർന്ന് വന്ന് കിടക്കും. മാക്സിമം അവൾ ഓടും. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടി കളിക്കുന്നത്. അപ്പോൾ ജൂലിയിലെ ഓരോ കുറുമ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളെക്കാളും വലിയൊരു ചെറിയ തേങ്ങയാണെന്ന് തോന്നുന്നു, പഴകിയ തേങ്ങയാണ്. അതെടുത്ത് അവളെ വായിൽ വെച്ചിട്ട് അവൾ കിടന്ന് ഓടുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ 2 കേജുകളുടെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ 2 കേജും ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കേജ് എന്ന് പറയുന്നത് ആ ചെറിയ കേജില്ലേ, അത് എൻ്റെ ലൈക്കയ്ക്ക് വാങ്ങിയതാണ്. അവൾ വളരെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വാങ്ങിയ കേജാണ് ഇത്. ഇതിപ്പോൾ 2 വർഷമായി ഇത് വാങ്ങിയിട്ട്. കണ്ടില്ലേ, ഇത് നല്ലവണ്ണം തുരുമ്പായിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തൊക്കെ വെക്കുമായിരുന്നു. മഴവെള്ളമൊക്കെ നനഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് 2 വർഷം നമ്മൾ ഉപയോഗിച്ചു. ഇത് ഫോൾഡബിളാണ് ഈ കേജ്. ഇത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ജൂലിക്കുട്ടിക്ക് വാങ്ങിയ കേജാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3000 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ഇത്
എനിക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് താഴെ കണ്ടില്ലേ, ഇതുപോലൊരു ഷീറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഇവരുടെ യൂറിനൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലെ ലോക്കിങ് സിസ്റ്റം ആയാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മേളിലിങ്ങനെ 2 സ്പ്രിങ് വരുന്നുണ്ട്. അത് ഉയർത്തിയിട്ട് നമുക്ക് മുകളിൽ കൂടെ നമ്മുടെ ഡോഗ്സിനെ എടുക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 2 കൂടും വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3000 കൊടുത്തിട്ട് ഇത് വാങ്ങുന്നതാണ്. കാരണം ഫോൾഡ് ചെയ്യാനായാലും ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. കണ്ടില്ലേ, അതിൻ്റെ ലോക്ക് നമുക്കിങ്ങനെ ചെറുതായിട്ടങ്ങ് മാറ്റിയാൽ നമുക്ക് വേഗം ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതും ഫോൾഡ് ചെയ്യാം, പക്ഷേ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് കൊണ്ടുവന്നപ്പോഴേ ഫോൾഡ് ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു ആദ്യത്തെ കേജ്. ആദ്യത്തെ കേജ് 2400 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ആദ്യത്തെ കേജിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ലൈക്കാസ് വേൾഡിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേജ് വാങ്ങിയ സമയത്ത്. നിങ്ങൾ ആ വീഡിയോ ചെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കേജ് അന്നിരുന്നതും ഇപ്പോൾ ഇരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ ജൂലിക്കുട്ടി 2 കേജിനെ മാറി മാറി നോക്കുവാണ്. എന്തിനാണ് ഈ കേജൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് നമുക്ക് കൺഫ്യൂഷനായി തോന്നുന്നു. കണ്ടില്ലേ, ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അവളിങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പപ്പിക്കുട്ടിയോ അല്ലെങ്കിൽ കേറ്റോ എന്ത് അനിമൽസ് ഉണ്ടെങ്കിലും വളരെ ചെറുതാണെങ്കിലും നിങ്ങൾ ആമസോണിൽ പോയി 3000 കൊടുത്ത് ഈ വലിയ കേജ് വാങ്ങണമായിരിക്കും നല്ലത്. കാരണം പട്ടിക്കുട്ടികളാണെങ്കിലും അവർ വലുതാവും, പിന്നെ അവർക്ക് അതിൽ കിടക്കാൻ ബുദ്ധിമുട്ടാവും. ചെറിയ കേജാണെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് കേജ് മേടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ 3000-ൻ്റെ കേജ് വാങ്ങുവാണെങ്കിൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ കേജ് രണ്ടും വീട്ടിനകത്ത് വെക്കുന്നതാണ്. കാരണം പുറത്ത് വെക്കുന്ന ഒരു കേജ് അല്ല ഇത്. പിന്നെ നമുക്ക് വേഗം ഒരു കേജ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യാം. പുറത്ത് നിങ്ങൾ വെക്കണമെങ്കിൽ അത് അതിനനുസരിച്ചുള്ള കേജ് നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ആമസോണിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ കേജുകളാണ്. ഫോൾഡബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ റൂഫിൽ ഇങ്ങനെ അത് അടച്ച് വെക്കാനുള്ളൊരു സൗകര്യം കണ്ടില്ല. 2 കേജ് നമുക്ക് മുകളിൽ നിന്ന് തുറന്ന് പപ്പീസിനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ജൂലിക്കുട്ടി വന്നിട്ട് നമ്മുടെ കേജിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നോക്കുവാണ്. ഇതാണ് നമ്മൾ അവൾക്ക് വാങ്ങിയ കേജ്. അവൾക്ക് നമ്മൾ കുറച്ചും കൂടെ നോക്കിയിട്ട് ഈ കേജ് വാങ്ങി. കാരണം ആ കേജ് ഞാൻ ചെറുതാണ്, നമ്മുടെ ജൂലിയും വലുതാവും. അപ്പോൾ ഇനി ആ ചെറിയ കേജ് വാങ്ങിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ട് നോക്കിയിട്ട് ഈ കേജ് വാങ്ങിയത്. പക്ഷേ അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. ജൂലി വലുതായാലും നമുക്ക് അതിനകത്ത് സൂപ്പറായിട്ട് കിടത്താം. പക്ഷേ ലൈക്കയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. കാരണം ആ ചെറിയ കേജായിരുന്നു, ലൈക്ക വലുതായി. പിന്നെയും നമ്മൾ ആ കേജിൽ ലൈക്ക ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ലൈക്കയ്ക്ക് നമ്മൾ വേറൊരു കേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിൽ കിടക്കും. അതിൽ ഇപ്പോൾ നമുക്കിവിടെ 3 കേജുണ്ട്. ഇവർ 2 പേര് മാറി മാറി ഇഷ്ടമുള്ളിടത്ത് കിടക്കാറുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ജൂലിക്കുട്ടിയെ ഞാൻ ഉള്ളിലാക്കി. കാരണം ഈ ലൈക്കയും ജൂലിയും കൂടെ ഒരുമിച്ച് കണ്ടാൽ ശരിയാവത്തില്ല. 2 പേരും ഭയങ്കര സ്നേഹപ്രകടനമാണ്. പിന്നെ പിടിച്ചു മാറ്റാൻ നല്ല കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഞാൻ ലൈക്കയുടെ അടുത്ത് പറയുവാണ്, ലൈക്ക വന്ന് നീ കൂട്ടി കയറാൻ പറയുവാണ്. പക്ഷെ അവൾ കേൾക്കത്തില്ല. അവൾക്ക് ജൂലി എങ്ങനെയെങ്കിലും തുറന്നു വിടണം. എന്നിട്ട് 2 പേർക്കും കൂടെ കളിക്കണം. അതാണ് ഇവരുടെ ഹോബീസ്. കണ്ടില്ലേ, ലൈക്ക ഇങ്ങനെ നടക്കുവാണ്. ലൈക്കയ്ക്ക് എങ്ങനെയെങ്കിലും ജൂലിയെ തുറക്കണം. ഞാൻ ലൈക്കയോട് കൂട്ടിക്കയറാൻ പറയുന്നുണ്ട്, പക്ഷെ അവളൊന്നും കേൾക്കുന്നില്ല. അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പക്ഷെ അവൾ നല്ല അനുസരണയുള്ള കുട്ടിയാണ് എൻ്റെ ലൈക്ക കുട്ടി. അവൾ പറഞ്ഞാൽ അപ്പം തന്നെ കേൾക്കും. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളിങ്ങനെ തല ഒലിച്ചിട്ട് പിന്നെ ഒരു റൗണ്ടൊക്കെ നടന്നിട്ട് പിന്നെ അവൾ ഓടി വന്ന് കൂട്ടിക്കയറെന്ന് പറഞ്ഞ് കണ്ടില്ലേ കയറുന്നേ. പാവം കുട്ടിയാണ് എൻ്റെ ലൈക്ക കുട്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.